വെൽക്കം ബാക്ക് ടു sheezflavours. ഇന്നത്തെ റെസിപ്പി മുട്ടക്കുറുമയാണ്, എഗ് കുറുമ. ഇതിലേക്ക് സവാള, പെരിഞ്ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, കാഷ്യൂനട്ട്, 2 ഗ്രാമ്പു, 1 ഏലക്ക, 2 ഏലക്ക, 3 ഗ്രാമ്പു, തക്കാളി, ഇത്രയും സാധനങ്ങളാണ് എടുത്ത് വെച്ചേക്കുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി ഉണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉണ്ട്. മുട്ട പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ഗ്രാമ്പൂ, ഏലക്കയും പെരിഞ്ജീരകവും ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഓരോന്നായിട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഒരു കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കുറുമയാണ് മുട്ടക്കുറുമ. ഇതിലേക്ക് കാഷ്യൂ ചേർക്കുന്നത് കറിക്ക് നല്ല കൊഴുപ്പും ടേസ്റ്റും കൂട്ടാനായിട്ടാണ്. ഇഞ്ചി, വെളുത്തുള്ളി, കാഷ്യൂ നട്ട്സ്, സവാള ഇതെല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എല്ലാം കൂടി. ഇത് നല്ല തിക്ക് ഗ്രേവി ഉള്ള ഒരു കുറുമയാണ്, കട്ടിയായിട്ട് ഉള്ള കുറുമ. വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കും പെറോട്ടയ്ക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ കഴിക്കാവുന്ന ഒരു നല്ലൊരു എഗ് കുറുമയാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണാണ് ഇട്ടത്. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ, രണ്ടും ഓരോ ടീസ്പൂൺ ഉണ്ട്. രണ്ടും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പച്ചമണമൊക്കെ പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതായി വരുമ്പോഴേക്കും ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് വരണം. എല്ലാം കൂടി നന്നായിട്ട് വേവിച്ച് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ആക്കുന്നത് പോലെ തന്നെ നല്ല പോലെ വേവിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്തു. മല്ലിയില ലാസ്റ്റ് കുറച്ച് ചേർക്കും. ഇതിപ്പം അരയ്ക്കാനായിട്ടുള്ള ഗ്രേവി, നമ്മൾ അരയ്ക്കാനുള്ള മസാലയാണ്, അതിലേക്കും ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് വെന്ത് വരണം. വെന്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കുന്നുണ്ട്. തേങ്ങ ചിരവിയത് 1 ടീസ്പൂൺ ചേർക്കാം. ഇതിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാൻ ചേർക്കുന്നത്. ചിരവിയ തേങ്ങ 1 ടീസ്പൂൺ ചേർക്കാം. അല്ലെങ്കിൽ മിൽക്ക് പൗഡർ ആണെങ്കിൽ, കോക്കനട്ട് മിൽക്ക് പൗഡർ ആണെങ്കിൽ അത് 1 ടീസ്പൂൺ ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇങ്ങനെ വഴറ്റി വേവിച്ചെടുക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നമ്മുടെയൊക്കെ ഇത് റെഡിയായി. ഇനി അരച്ചെടുക്കാം. നമ്മൾ ഈ വൈറ്റ് ചീനിച്ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. തവ മാറ്റുന്നില്ല. അതേ തവയിൽ തന്നെയാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അരച്ച മസാല ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളച്ച ശേഷമാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്തു. നന്നായിട്ട് തിളക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. വെള്ളം വളരെ കുറവാണെങ്കിൽ കറി കട്ടിയായി പോകും. നല്ല ലൂസായിട്ട് എടുക്കണം. അപ്പോൾ ഇരുന്ന് നന്നായിട്ട് കുറുകി പാകത്തിനാകും. ഇത് കുറച്ചുകൂടെ ഉപ്പ് ചേർത്തതാണ്, ഉപ്പ് കുറവുണ്ടായിരുന്നു. ഇങ്ങനെ ഇളക്കി നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് മുട്ട പുഴുങ്ങിയത് മുറിച്ച് ചേർക്കാം. മുട്ട എപ്പോഴും മുഴുവനായിട്ട് ഇടുന്നതിനേക്കാളും മുറിച്ചിടുന്നതാണ് കറിക്ക്, മുട്ടക്കറിക്കൊരു ടേസ്റ്റ്. കറി നന്നായിട്ട് തിളച്ചു. ഇതിലേക്ക് മുട്ട ചേർക്കാണ്. മുട്ട ചേർത്ത് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ കറി ഓഫ് ചെയ്യാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നൊരു കറിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം.
ഇതിനകത്ത് അധിക സമയം തിളയ്ക്കേണ്ട കാര്യമില്ല. മുട്ട ഇട്ടിട്ട് മുട്ട ചേർത്ത ശേഷം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കറി ഓഫ് ചെയ്യാം. ഇതിലേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് മല്ലിയിലയാണ്. ഏറ്റവും ലാസ്റ്റ് മല്ലിയില ചേർത്ത് കറി വാങ്ങുക. അതിനകത്ത് കറിവേപ്പില ചേർത്തിട്ടില്ല, മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. തമിഴ്, ആന്ധ്ര ആ ഭാഗത്തും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അവർ കറിവേപ്പില ഉപയോഗിക്കാറില്ല. ഞാനിത് നമ്മളുടേതായ രീതിയിൽ ആണ് മസാലയൊക്കെ റെഡിയാക്കിയിരിക്കുന്നത്. മല്ലിയില മാത്രം യൂസ് ചെയ്തു. ഈ ഡിഷ് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ അറിയാൻ പറ്റും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. കണ്ടിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക. Have a nice day. Thanks for watching.